എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഡിസംബർ 4-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനിയില്ല. പദ്ധതിയുടെ പേര് മാറ്റി. ഇനി പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന പേരായിരിക്കും പദ്ധതിക്കുണ്ടാവുക. പുതിയ പേരിന് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി. കുറഞ്ഞ ദിവസക്കൂലി 240 രൂപയായി ഉയർത്താനും തീരുമാനിച്ചു. തൊഴിൽ ദിനങ്ങൾ 125 എണ്ണമാക്കി നിജപ്പെടുത്തി. പൂജ്യ ബാപ്പു റോസ്ഗർ യോജന ബിൽ കേന്ദ്രം കൊണ്ടുവരാനും പദ്ധതിയിട്ടിട്ടുണ്ട്. പദ്ധതിക്കായി 1.51 ലക്ഷം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവിദഗ്ധ തൊഴിലാളികൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനായി മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. നിലവിൽ 15.4 കോടി പേർ പദ്ധതിയുടെ ഭാഗമായി തൊഴിലെടുക്കുന്നുണ്ട്. ഇതിൽ 1/3 പേർ സ്ത്രീകളാണ്. 2005-ലാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത്. 2009-ലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് നൽകിയത്. ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടും വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടും മറ്റു ക്ഷേമ പദ്ധതികൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള പ്രഖ്യാപനം നടത്തിയിട്ടും സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി. ദിവസങ്ങളോളം ചാനൽ ചർച്ചകളിലൂടെ നിറഞ്ഞു നിന്ന രാഹുൽ മാങ്കൂട്ടം വിഷയമുണ്ടായിട്ടും UDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ നേട്ടമുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിലൊതുക്കി NDA മുന്നണിയും ശക്തി തെളിയിച്ചു. കേരളത്തിലെ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലചിത്രം ഇങ്ങനെയാണ്. ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 1 LDFും 4 UDFും മറ്റൊന്ന് NDAയും നേടി. ആകെയുള്ള സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റിയിൽ 28 LDFും 54 UDFും 2 NDAയും നേടി. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 വീതം LDFും UDFും നേടി. ബ്ലോക്ക് പഞ്ചായത്ത് 152 ആകെയുള്ളത്. ഇതിൽ 63 LDFും 79 UDFും നേടി. ആകെയുള്ള 941 പഞ്ചായത്തുകളിൽ 341 LDFും 504 പഞ്ചായത്തുകൾ UDFും നേടിയപ്പോൾ 26 പഞ്ചായത്ത് NDA നേടി. 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലയിലുണ്ടായിരുന്ന LDF കുത്തകകളാണ് സംസ്ഥാനത്ത് തകർന്നു വീഴുന്നത് കണ്ടത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും വീട്ടമ്മ പെൻഷൻ ഏർപ്പെടുത്തിയതും ഉൾപ്പെടെ നിരവധി സഹായ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച മുതൽ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്ന് ഇത് മോശമായ സ്ഥിതിക്ക് ഇനി പെൻഷൻ വിതരണം എങ്ങനെയായിരിക്കും? വീട്ടമ്മ പെൻഷൻ ഉടൻ നടപ്പിലാക്കുമോ? ഇനിയുള്ള പെൻഷൻ വർധനവ് എങ്ങനെയെന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. UDFന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ രേഖപ്പെടുത്തി. വിജയത്തിന്റെ ക്രെഡിറ്റ് ടീം UDFനാണ്. ജനങ്ങൾ വെറുക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറി. കേരളത്തിൽ വലിയൊരു മാറ്റമുണ്ടാകുന്ന ബദൽ പദ്ധതിയുമായി UDF നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ വ്യക്തമാക്കി. പരാജയം വിലയിരുത്തിയെന്നും പാർട്ടി അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഉണ്ടായിട്ടില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. പ്രതീക്ഷിച്ച ഫലം ഉണ്ടായില്ല എന്നും പരാജയത്തിന്റെ കാരണങ്ങൾ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. സാധാരണക്കാരുടെ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല. പിണറായി സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച BJP നേതൃത്വത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എക്സ്പോസ്റ്റിലൂടെയാണ് മോഡിയുടെ പ്രതികരണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം BJP രാഷ്ട്രീയത്തിലെ നിർണായകമായ വഴിത്തിരിവാകുമെന്നും മോദി പറഞ്ഞു. ജനങ്ങളുടെ വികസനാഭിലാഷങ്ങളെ BJPക്ക് മാത്രമേ യാഥാർത്ഥ്യമാക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി Xൽ കുറിച്ചു. നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി BJP പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു എക്സ്പോസ്റ്റിൽ കേരളത്തിൽ BJPക്കും NDAക്കും വോട്ട് ചെയ്തവർക്ക് നന്ദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രേഖപ്പെടുത്തി. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റമുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്.
മറ്റൊന്ന് 2500 പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് 1600 നിന്ന് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 എത്തിയത്. പക്ഷേ അതുകൊണ്ടൊന്നും ജനം തൃപ്തരായിട്ടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2500 എന്ന പറഞ്ഞ വാഗ്ദാനത്തിലേക്ക് ഉടൻ സർക്കാർ കടക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വീട്ടമ്മ പെൻഷൻ പ്രഖ്യാപിച്ചു എങ്കിലും അത് നടപ്പിലാക്കാൻ സർക്കാരിന് ആയില്ല. തോൽവി കൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമോ അതോ നിയമസഭാ ഇലക്ഷൻ വരെ കാത്തിരിക്കുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: പരിശോധനയ്ക്ക് വാഹനം കൈ കാണിച്ച് നിർത്തിയിട്ട് പോലീസ് ഇങ്ങോട്ട് വാടാ എന്ന് വിളിച്ചു വരുത്തി പരിശോധിക്കുന്നത് നിയമവിരുദ്ധമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വാഹനത്തിന് അടുത്ത് ചെന്ന് രേഖകൾ പരിശോധിക്കണം. വിവരാവകാശ രേഖയിലാണ് DGP ഇക്കാര്യം വ്യക്തമാക്കിയത്. പോലീസ് ജീപ്പിലിരുന്ന് വാഹന പരിശോധന നടത്തുന്നവർക്കെതിരെ പരാതി ലഭിച്ചാൽ നടപടിയുണ്ടാകും. തൊപ്പിവെക്കാതെയും വാഹന പരിശോധന നടത്തരുത്. പരിശോധിക്കുമ്പോഴോ പിഴ ഈടാക്കുമ്പോഴോ DYSP മുതൽ താഴെ റാങ്കിലുള്ള ഓഫീസർമാരും പോലീസുമാരും യൂണിഫോമും തൊപ്പിയും ധരിക്കണം എന്നുള്ളതാണ് നിയമം. ഇക്കാര്യം വ്യക്തമാക്കി എല്ലാ സ്റ്റേഷനുകളിലേക്കും സർക്കുലർ അയച്ചിട്ടുണ്ട്. ഇൻഡോർ ജോലികൾ, അടിയന്തര പ്രവർത്തനങ്ങൾ, മഫ്തി ഡ്യൂട്ടി, അതിസുരക്ഷാ കാലാവസ്ഥ, ഹെൽമറ്റ് ഉപയോഗിക്കുന്ന ഡ്യൂട്ടി എന്നീ സാഹചര്യങ്ങളിൽ തൊപ്പി ധരിക്കാതെ ജോലി ചെയ്യാൻ പോലീസിന് അവകാശമുണ്ട് എന്നും DGP വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനത്ത് നടപ്പിലാകുന്നത് മറ്റൊരു രീതിയാണ്. നിർത്തിയിട്ട ജീപ്പിനടുത്തേക്ക് പോലീസ് ഓഫീസർ വാഹനം കൈ കാണിച്ച് നിർത്തുകയും രേഖകളുമായി അങ്ങോട്ട് ചെല്ലാൻ കൈകൊട്ടി വിളിക്കുകയും ചെയ്യും. ഇതാണ് പതിവ്. പോലീസ് വാഹന ഡ്രൈവർ പോലും ഇതേ മുട തന്നെയാണ് നടപ്പിലാക്കുന്നത്. ഗതാഗത ലംഘനം നടത്തുന്നത് കണ്ടാൽ പോലീസിന് ക്യാമറയിൽ തെളിവ് ശേഖരിക്കാം. മൊബൈൽ ഫോൺ ആയാലും മതി. ട്രാഫിക് നിയമലംഘനം കണ്ടാൽ 97 47 00 10 99 എന്ന നമ്പറിലേക്ക് പൊതുജനങ്ങൾക്കും ഫോട്ടോയോ വീഡിയോ അയക്കാവുന്നതുമാണ്. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവുണ്ടായി. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 12,275 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 98,200 രൂപയുമായി. മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ കോപ്പി എടുക്കുന്നത് വിലക്കിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവരുമെന്ന് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ഹോട്ടലുകൾ, പരിപാടികളിലെ സംഘാടകർ, സമാന സ്ഥാപനങ്ങൾ എന്നിവർ ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പി ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായി പുതിയ നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചു. ഫോട്ടോ കോപ്പികൾ സൂക്ഷിക്കുന്ന രീതി നിലവിലുള്ള ആധാർ നിയമത്തിന്റെ ലംഘനമാണ്. പകരം QR കോഡ് സ്കാൻ വഴിയോ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വെരിഫിക്കേഷൻ അനുവദിക്കാവുന്നതാണ്. യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി UIDAI CEO ഭുവനേശ്വർ കുമാറാണ് ഇക്കാര്യം അറിയിച്ചത്. പേപ്പർ അധിഷ്ഠിത ആധാർ വെരിഫിക്കേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രേഖകളുടെ വെരിഫിക്കേഷൻ ഡിജിറ്റലായി നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉടൻ കൊണ്ടുവരും. ഹോട്ടലുകൾ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ആധാറിന്റെ ഫോട്ടോ കോപ്പി ആവശ്യമുണ്ട്. ഇത് വ്യക്തിപരമായ വിവരങ്ങളുടെ സുരക്ഷയെ ആണ് ബാധിക്കുന്നത്. ഇങ്ങനെ ഫോട്ടോ കോപ്പി നൽകുമ്പോൾ തങ്ങളുടെ വിവരങ്ങൾ ചോർന്നു പോകുമോ എന്ന ഭയം ഒരുപാട് ആളുകൾക്കുണ്ട്. അവരുടെ ഭയം ഇല്ലാതാക്കാനാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്ന് ഭുവനേഷ് കുമാർ വ്യക്തമാക്കി. പുതിയ നിയമം നിലവിൽ വരുന്നതോടുകൂടി മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് കർശനമായി വിലക്കുകയും അത് ഒരു കുറ്റമായി കണക്കാക്കുകയും ചെയ്യും. ഇതിനെതിരെ കർശനമായ നടപടിയും ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരെ.